My dear students, +2 ഫിസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോസസ് ലോയും അതിൻ്റെ അപ്ലിക്കേഷനും പിന്നെ കൂടാതെ രണ്ട് പ്രോബ്ലംസുമാണ്. ഈ ഗോസസ് ലോ പഠിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തന്നെയാണ്, പക്ഷേ അതിനൊരു സ്പെഷ്യൽ കാൽക്കുലേഷനാണ്. ഒരു സ്പെസിഫിക് ആയ ഏരിയയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ, ഇവിടെ ഒരു പാരലൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് അല്ലെ. പാരലൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കാൻ കാരണം എന്താ? അവര് എങ്ങനെ പോകുന്നു? യൂണിഫോം ആയിട്ട് പോകുന്നു അല്ലെ. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്യുന്നു. ആ ഏരിയയുടെ ഏരിയ വെക്ടർ ആണ് ds. അപ്പോൾ ഒരു ഏരിയയ്ക്ക് എങ്ങനെയാണ് ഏരിയ വെക്ടർ പ്ലോട്ട് ചെയ്യുക? ഒരു പ്ലെയിൻ ആയ സർഫേസ് ആണെങ്കിൽ ആ പ്ലെയിൻ ആയ സർഫേസിന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ ആ ലൈനാണ് ഏരിയ വെക്ടർ ആയിട്ട് മാറുന്നത്. ഈ ഏരിയ വെക്ടറും അതേപോലെ ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഏരിയയിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താൻ പറ്റും. സോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ദാറ്റ് പാസിംഗ് ത്രൂ ദിസ് ഗിവൺ ഏരിയ ഈസ് ഈക്വൽ ടു phi e. ഇതാണ് ഫ്ലക്സിനെ കാണിക്കുന്നത് കേട്ടോ. phi e is equal to e വെക്ടർ ഡോട്ട് ds വെക്ടർ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തത്? e എന്ന് പറയുന്നത് വെക്ടർ ആണ്, ds എന്ന് പറയുന്നതും വെക്ടർ ആണ്. ഇത് ഏരിയ വെക്ടർ. രണ്ട് വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിട്ടുള്ള ഫ്ലക്സ് സ്കേലാർ ആണ്. അതുകൊണ്ട് ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നു. ഇനി എ ഡോട്ട് ബി എ ബി കോസ് തീറ്റ ആണെങ്കിൽ ഈ ഡോട്ട് ഡി എസ് എന്താ കിട്ടുക? ഇ ഡി എസ് കോസ് തീറ്റ. ഈ തീറ്റയുടെ കാര്യത്തിൽ തന്നെ നമുക്ക് രണ്ട് സ്പെഷ്യൽ കേസുകൾ പറയാൻ പറ്റും. ഒന്ന്, തീറ്റ 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സുകൾ എത്രയായിരിക്കും? ഇ ഡി എസ് കോസ് 0 ഈക്വൽ ടു ഇ ഡി എസ്. കാരണം കോസ് 0യുടെ വാല്യൂ 1 ആണ്. ഇതിന് വിളിക്കുന്ന പേരാണ് മാക്സിമം ഫ്ലക്സ്. അപ്പോൾ ഫ്ലക്സ് മാക്സിമം ആവണമെങ്കിൽ തീറ്റ 0 ആവണം. തീറ്റ 0 ആവണമെങ്കിൽ എന്താണെന്നറിയോ? ഈ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും പാരലൽ ആയിരിക്കണം. പാരലൽ ആയാലല്ലേ തീറ്റ 0 എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഓർത്ത് വയ്ക്കണം. അതാണ് കണ്ടീഷൻ ഓഫ് മാക്സിമം ഫ്ലക്സ്. ഏറ്റവും മിനിമം ഫ്ലക്സ് ഉണ്ടാവണമെങ്കിൽ തീറ്റ 90 ആവണം. തീറ്റ 90 ആവുക മീൻസ് ഇലക്ട്രിക് ഫീൽഡിനും ഏരിയ വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ, അതായത് 90 ആണെങ്കിൽ, ആംഗിൾ 90 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടുക ഇ ഡി എസ് കോസ് 90. കോസ് 90യുടെ വാല്യൂ 0 ആയതുകൊണ്ട് 0. ദിസ് ഈസ് എ കണ്ടീഷൻ ഓഫ് മിനിമം ഫ്ലക്സ്. നമുക്ക് നല്ല ആവശ്യമുണ്ട്, നന്നായിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ. ഇനി രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഇലക്ട്രിക് ഫ്ലക്സിന് വേറൊരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ജസ്റ്റ് ഇമാജിൻ, ഇവിടെ പാരലൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അതിൽ ഞാനൊരു ഏരിയ കൺസിഡർ ചെയ്യുന്നു. ഈ ഏരിയനെ ഞാൻ ഒരുപാട് ചെറിയ ഏരിയകളായിട്ട് കട്ട് ചെയ്യാണ്. ഇതൊരു ചെറിയ ഏരിയയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് DS1 എന്നൊക്കെ എടുക്കാം. ഈ ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ വാല്യൂ, ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ നിങ്ങൾ കണ്ടെത്തുക. ഇതേപോലെ രണ്ടാമത്തെ ഏരിയയിലുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കുക. അതേപോലെ മൂന്നാമത്തെ ഏരിയയിലെ ഫ്ലക്സ് ഇതേപോലെ കണ്ടുപിടിക്കുക. നാലാമത്തെ ഏരിയയിലെ ഫ്ലക്സ് കണ്ടുപിടിക്കുക. അഞ്ചാമത്തെ ഏരിയയിലെ ഫ്ലക്സ് കണ്ടുപിടിക്കുക. ആറാമത്തെ ഏരിയയിലെ ഫ്ലക്സ് കണ്ടുപിടിക്കുക. ചോദ്യം ഇതാണ്, എങ്കിൽ ഈ ഒരു ഈ ഒരു സ്ക്വയർ അല്ലല്ലോ അല്ലേ, റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിളിന്റെ ഉള്ളിൽ കൂടെയുള്ള ടോട്ടൽ ഫ്ലക്സുകൾ എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടുത്തെ ഫ്ലക്സിനെയും ഇവിടുത്തെ ഫ്ലക്സിനെയും ഇവിടുത്തെ ഫ്ലക്സിനെയും ഇവിടുത്തെ ഫ്ലക്സിനെയും ഇവിടുത്തെ ഫ്ലക്സിനെയും ഒക്കെ കൂട്ടേണ്ടി വരും. അങ്ങനെ ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് phi is equal to e dot ds ന് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇന്റഗ്രൽ e dot ds ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് കിട്ടും. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ എന്നും എഴുതാം. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ കൂടെ നിങ്ങൾ ഓർമ്മിച്ചു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇതിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ നമ്പർ 1 ആണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലാംഡ എന്ന് പറയുന്ന സിമ്പിളാണ് അതിന് കൊടുക്കുന്നത്. ഇപ്പോൾ ലീനിയർ ആയ ഒബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം കൂടിയ ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ ലീനിയർ ആയ ഒബ്ജക്റ്റ് കൊണ്ടുവന്നത്. ലെങ്ത് ആയിരിക്കും അതിന് കൂടുതൽ ഉണ്ടാവുക. നോക്കാം എന്താണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് കോൾഡ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. അതായത് ചാർജിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് യൂണിറ്റ് ലെങ്ത്തിലെ ചാർജ് കിട്ടും. അപ്പോൾ യൂണിറ്റ് ലെങ്ത്തിലെ ചാർജ് ആണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. നോക്കൂ, ഒരു എലമെന്റിന്റെ ലെങ്ത് ΔL ആണ്, അതിനുള്ള ചാർജ് ΔQ ആണെങ്കിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എങ്ങനെ എഴുതാം? ΔQ ഡിവൈഡ് ബൈ ΔL എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് യൂണിറ്റ് ലെങ്ത്തിലെ ചാർജ് കിട്ടും. നെക്സ്റ്റ് വൺ,
സർഫേസ് ചാർജ് ഡെൻസിറ്റി. സർഫേസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഏരിയയിലുള്ള ചാർജ് ആണ്. അതായത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഇസ് കോൾഡ് സർഫേസ് ചാർജ് ഡെൻസിറ്റി. ഇപ്പോൾ ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഏരിയയിലുള്ള ചാർജ് ഡെൽറ്റ ക്യൂ ആണെങ്കിൽ നമുക്ക് സർഫേസ് ചാർജ് ഡെൻസിറ്റിനെ എന്ത് എഴുതാം? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എസ് എന്ന് എഴുതാം. ഇതേപോലെ തന്നെ അടുത്തതാണ് വോളിയം ചാർജ് ഡെൻസിറ്റിന് റോ എന്ന് പറയുന്നത് സിമ്പലാണ്. അപ്പോൾ റോ ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ വി എന്നാവും. എന്താ കാരണം? യൂണിറ്റ് വോളിയത്തിലുള്ള ചാർജ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് ഗോസസ് ലോനെ കുറിച്ചിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനിലേക്ക് പോകുന്നു. ഗോസസ് തിയറം. ഗോസസ് തിയറം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് ഫ്ലക്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് മറക്കരുത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ഏരിയ വേണ്ടേ? അപ്പോൾ എങ്ങനെയുള്ള ഏരിയാസ് ആണ് ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആയ ഏരിയ ആണ്. അപ്പോൾ ഗോസസ് ലോയിൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കുന്നു, അത് ക്ലോസ്ഡ് ആയ ഏരിയയിലുള്ളതാണ്. നോക്കുക, ജസ്റ്റ് ഇമാജിൻ എ ചാർജ് ഡെൽറ്റ ക്യൂ. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്, ഇത് ഇരിക്കുന്നത് ഫ്രീ സ്പേസിലാണ്. പ്ലസ് ക്യൂ ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡുകൾ ഔട്ട്വേർഡ് അല്ലേ ഉണ്ടാവുക? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡുകൾ ഇങ്ങനെ ഔട്ട്വേർഡ് എല്ലാ സൈഡിലേക്കും ഉണ്ടാവും അല്ലേ? ഈ ഔട്ട്വേർഡ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ള സ്ഥലത്ത് നമ്മളൊരു ക്ലോസ്ഡ് ആയ ഒരു സ്ട്രക്ചറിനെ ഇമാജിൻ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ക്ലോസ്ഡ് ആയിട്ട് സ്ട്രക്ചർ. ഇതൊരു സ്പിയർ ആണ്. അപ്പോൾ ഡെൽറ്റ ക്യൂ ചാർജിന് ചുറ്റുഭാഗത്ത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർഫേസ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സ്പിയർ ആണ്. അപ്പോൾ എന്താണ് ഈ ക്ലോസ്ഡ് സർഫേസ് എന്ന് പറഞ്ഞാൽ? ഒരു മനസ്സിലാവാൻ വേണ്ടി എളുപ്പത്തിനൊരു കാര്യം പറയാം. സ്പിയറും ഹെമിസ്പിയറും. സ്പിയർ എന്ന് പറയുന്നത് ക്ലോസ്ഡ് സർഫേസിന് ഉദാഹരണമാണ്, പക്ഷേ ഹെമിസ്പിയർ ഒരിക്കലും ക്ലോസ്ഡ് സർഫേസിന് ഉദാഹരണമല്ല. അപ്പം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ക്ലോസ്ഡ് സർഫേസിലൂടെ എത്രത്തോളം ഫ്ലക്സുകൾ ഉണ്ട് എന്നതാണ് ഗോസസ് ലോയിൽ പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ക്ലോസ്ഡ് സർഫേസ് ഏതാണ്? സ്പിയർ ആണ്. അപ്പോൾ ഈ സ്പിയറിലൂടെ, ഈ സ്പിയറിന്റെ സർഫസ് ഏരിയയിലൂടെ എത്രത്തോളം ഫ്ലക്സുകൾ കടന്നു പോകുന്നു എന്ന് കണ്ടെത്തണം. അപ്പം അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ക്ലോസ്ഡ് ആയ സർഫേസിനെ നമ്മൾ ഗോഷ്യൻ സർഫേസ് എന്നും പറയാറുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഗോസസ് ലോ. Gauss's theorem states that the total electric flux over a closed surface, നമ്മളിവിടുത്തെ ക്ലോസ്ഡ് സർഫേസ് ഏതാണ്? സ്പിയർ ആണ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗോഷ്യൻ സർഫേസ് എന്ന് വിളിക്കാം. ഈസ് 1/ε0 times the charge enclosed by the surface. അപ്പോൾ നമുക്ക് നോക്കാം, ഈ സർഫേസിലൂടെയുള്ള ഫ്ലക്സുകൾ എന്ന് പറയുന്നത് 1/ε times the charge ആണ്. ജസ്റ്റ് ഇമാജിൻ, ഈ ഒരു സ്പിയറിന്റെ ഏറ്റവും ചെറിയ ഏരിയ ആണ് ഡി എസ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ നമുക്ക് ഏരിയ വെക്ടർ ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലേ? ചെറിയ ഏരിയ ആണ് ഡി എസ്. നമുക്ക് വേണ്ടത് സ്പിയറിന്റെ എൻറ്റയർ ഏരിയയിലുള്ള ഫ്ലക്സ് ആണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പാരലൽ ആണ് കേട്ടോ. എന്തായാലും ഗോസസ് ലോ പ്രകാരം നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ എഴുതാം. phi is equal to ഇന്റഗ്രൽ E dot ds equal to, കാരണം ഇത്രയും ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ് നമുക്കറിയാം, equal to ഇനി ഗോസസ് ലോയിൽ പറഞ്ഞതുപോലെ 1/ε0 times the charge enclosed by the surface. അപ്പോൾ ഈ സർഫേസിനുള്ളിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജിനെ 1/ε ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആണ് ഈ ക്ലോസ്ഡ് സർഫേസിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സുകൾ എന്നാണ്. അപ്പോൾ നന്നായിട്ട് ഓർമ്മിച്ച് വെക്കണം. ഞാൻ എഴുതുന്നു phi is equal to 1/ε0 into q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ q/ε0 അല്ലേ? അപ്പോൾ ഈ ലോനെ ഒന്നും കൂടെ വൃത്തിയായിട്ട് മനസ്സിലാവണമെങ്കിൽ, ഒന്നുകൂടെ ഡെപ്തിൽ മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു 2 കുഞ്ഞു പ്രോബ്ലംസ് ചെയ്യാം. നോക്കാം. Total electric field lines emerging from +1 microcoulombs charges. +1 microcoulombs ചാർജിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകൾ എത്ര? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എത്ര? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് തന്നെയല്ലേ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഗോസസ് ലോയുടെ ഇക്വേഷൻ എഴുതാം. എന്തായാലും ഒരു ചാർജിന്റെ വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു ചാർജിന്റെ വാല്യൂ തന്നാൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. q/ε0. ക്യൂയുടെ വാല്യൂ +1 മൈക്രോക്ലൂംസ്, അതിനെ നമ്മൾ ക്ലൂംസിലേക്ക് മാറ്റുമ്പോൾ × 10⁻⁻6 വരും അല്ലേ? ε0 നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? അപ്പോൾ ക്യൂന് ഇൻസ്റ്റഡ് ആയിട്ട് 1 × 10⁻6 കൊടുത്തു, ഡിവൈഡ് ബൈ ε0. ε0ന്റെ വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 8.85 × 10⁻12. അപ്പോൾ 1/8.85 ചെയ്ത് കഴിഞ്ഞാൽ 0.1129 കിട്ടും. ന്യൂമറേറ്ററിൽ ഓൾറെഡി 10⁻6 ഉണ്ട്. ഈ ഡിനോമിനേറ്റർ 10⁻12നെ നമ്മൾ ന്യൂമറേറ്റർ ആക്കി കഴിഞ്ഞാൽ × 10⁻12 കിട്ടും. ഇനി എന്തായാലും ഇത് രണ്ടിനെയും, രണ്ട് പവറും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10⁻6 കിട്ടും ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്? +1 കുളം ചാർജിൽ ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഒരു ചാർജ് തന്നാൽ ഇലക്ട്രിക് ഫ്ലക്സ് നിങ്ങൾക്ക് കാണാം. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് പരിചയപ്പെടാം. നോക്കൂ,
Find the total electric flux through a given hemisphere. ഇവിടെ ഒരു ഹെമിസ്ഫിയർ തന്നിട്ടുണ്ട് അല്ലേ. ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ സ്പിയറിന്റെ പകുതി. പക്ഷെ ആ സ്പിയറിന്റെ സെന്ററിൽ പ്ലസ് ക്യൂ ചാർജ് ഇരിക്കുന്നു. റേഡിയസ് r/2 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ഈ ഹെമിസ്ഫിയറിലൂടെയുള്ള ഫ്ലക്സുകൾ എത്ര, അതായത് പ്ലസ് ക്യൂ ചാർജ് ഉണ്ടാക്കുന്ന ഫ്ലക്സുകൾ എത്ര എന്ന് ജസ്റ്റ് ഇമാജിൻ. ഇവിടെ ഒരു ഫുൾ സ്പിയർ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കതിനെ ഗോഷ്യൻ സർഫേസ് ആയിട്ട് പറയായിരുന്നു, ക്ലോസ്ഡ് സർഫേസ് ആയിട്ട് പറയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ പകുതിയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഫുൾ സ്പിയർ ഉണ്ട് എങ്കിൽ പ്ലസ് ക്യൂ ചാർജ് ഉണ്ടാക്കുന്ന ഫ്ലക്സിന് ഇതാ അതേ സെയിം ഇക്വേഷൻ കൊടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെയാണെങ്കിലോ സർഫേസ് പകുതിയേ ഉള്ളൂ. അതുകൊണ്ട് ഫ്ലക്സിന്റെ, അതായത് ക്യൂ ബൈ എപ്സിലോൺ നോട്ടിന്റെ പകുതി മാത്രമാണ് എന്തുണ്ടാവുക, ഫ്ലക്സുകൾ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ആൻസർ എന്ത് ചെയ്താൽ ക്യൂ ബൈ 2 എപ്സിലോൺ നോട്ട്. നമ്മൾ എന്ത് ചെയ്തു, ക്യൂ ബൈ എപ്സിലോൺ നോട്ടിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ക്യൂ ബൈ 2 എപ്സിലോൺ നോട്ട് കിട്ടും. ഇതിൽ നോക്കൂ, ഇതിൽ r/2 എന്ന് പറയുന്ന ഒരു കേസ് വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ പുറമേ എടുക്കുന്ന ആ ക്ലോസ്ഡ് സർഫേസിന്റെ വലിപ്പം ഒരിക്കലും ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ എത്ര വലിപ്പമായാലും ഫ്ലക്സിന്റെ വാല്യൂ സെയിം ആണെന്ന് അർത്ഥം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ ഗോസ്സ് ലോയുടെ അപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. ഗോസ്സ് ലോ ഇലക്ട്രിക് ഫ്ലക്സിനെ കണ്ടുപിടിക്കാനാണെങ്കിലും അപ്ലിക്കേഷനിൽ ഇലക്ട്രിക് ഫീൽഡിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന് 3 അപ്ലിക്കേഷൻസേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ ഒരു പ്രോബ്ലം കൂടെ ചെയ്താൽ നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് ചാർജ്ഡ് വയർ. ഇതാണ് ഒന്നാമത്തെ അപ്ലിക്കേഷൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഇൻഫിനിറ്റ് ലോങ് ആയിട്ടുള്ള ചാർജ് ഉള്ള ഒരു വയർ ഉണ്ട്. വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ലെങ്ത് കൂടിയ സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ് എന്നുള്ളത് ഓർമ്മയുണ്ടാവണം. നോക്കൂ, കൺസിഡർ ആൻ ഇൻഫിനിറ്റ്ലി ചാർജ്ഡ് വയർ ഓഫ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. അപ്പോൾ ലീനിയർ ആയ ഒബ്ജക്റ്റ് ആണല്ലോ വയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണെന്ന് വിചാരിക്കുക. നോക്കൂ, ഞാനിവിടെ ഒരു പിക്ചറിൽ ഇതൊരു ഇൻഫിനിറ്റ് ലോങ് ആയിട്ടുള്ള വയർ ആണെന്ന് വിചാരിക്കുക. ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതുകൊണ്ടാണ് അതിന്റെ മുകളിൽ പോസിറ്റീവ് സിമ്പിൾ നിങ്ങൾക്ക് കാണാനുള്ളത്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഔട്ട്വേർഡ് ഉണ്ടാവില്ലേ? അപ്പോൾ റൈറ്റിലേക്ക് മാത്രമല്ല ലെഫ്റ്റിലേക്കും ഉണ്ടാവും അല്ലേ, ഔട്ട്വേർഡ് ഉണ്ടാവും. ഇങ്ങനെ ഔട്ട്വേർഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ രണ്ട് സൈഡല്ല ശരിക്കും പറഞ്ഞാൽ 4 സൈഡിലും, കാരണം ഫ്രണ്ടിലേക്കൊക്കെ ഉണ്ടാവും. ഈ എല്ലാ ഇലക്ട്രിക് ഫീൽഡുകളും ഉൾക്കൊള്ളുന്ന തരത്തിൽ നമുക്കൊരു ഗോഷ്യൻ സർഫേസ് കൺസിഡർ ചെയ്യണം. കാരണം ഗോഷ്യൻ സർഫേസ് കൺസിഡർ ചെയ്താലാണ് ഗോസ്സസ് ലോ പ്രകാരം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഇതിൽ ഏറ്റവും കൺവീനിയന്റ് ആയ ഗോഷ്യൻ സർഫേസ് എന്ന് പറയുന്ന ഒരു സിലിണ്ടർ ആണ്. കാണണ്ടല്ലോ, ഈ സിലിണ്ടറിന്റെ റേഡിയസ് r ആണ്, ലെങ്ത് l ആണ്. അപ്പോൾ ഈ സിലിണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസ്ഡ് സർഫേസ് ആണ്. ആ സിലിണ്ടറിന്റെ സെന്ററിലൂടെയാണ് ഇപ്പൊ എന്ത് കടന്നു പോകുന്നത്, ഇൻഫിനിറ്റ് ലോങ് ആയ ചാർജ്ഡ് വയർ കടന്നു പോകുന്നത് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ, ഈ സിലിണ്ടറിന് 3 ഏരിയാസ് ഉണ്ട്. ഒന്ന് ഈ സർക്കുലർ ഏരിയ, ഒന്ന് താഴെയുള്ള സർക്കുലർ ഏരിയ, പിന്നെ ഈ കേർവ്ഡ് ഏരിയ. ഈ 3 ഏരിയയിലുമുള്ള ഫ്ലക്സുകൾ എന്താണെന്ന് നോക്കണം. കാരണം ഗോസ്സസ് ലോയിലെ ഫ്ലക്സ് ആണല്ലോ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ടോപ്പ് ഏരിയയിൽ ഒരു ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പ് സർക്കുലർ ഏരിയയിൽ ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഏരിയ വെക്ടർ ഞാൻ വരയ്ക്കാൻ പോവാണ്. ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പൊ ഇങ്ങനെയല്ലേ ഏരിയ വെക്ടർ വരിക, ds. ഒന്നുകൂടെ നോക്കൂ, ഈ സർക്കുലർ ഏരിയയുടെ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ആംഗിൾ 90 ആണ്. ഞാൻ ഇലക്ട്രിക് ഫ്ലക്സിന്റെ കേസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, എന്താണ്, തീറ്റ 90 ആയാൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിട്ട് മാറും, EDS cos 90 0. അപ്പോൾ ഈ സർക്കുലർ ഷേപ്പിൽ ഇലക്ട്രിക് ഫ്ലക്സുകൾ ഇല്ല. ഇനി താഴെയുള്ള സർക്കുലർ ഷേപ്പിൽ നോക്കിയാലോ, അവിടെ ഞാനിതാ ഏരിയ വെക്ടർ ds, ഏരിയ വെക്ടർ ഞാൻ എടുക്കുമ്പോൾ ds എന്ന് പറയുന്ന ഏരിയ വെക്ടർ ഈ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. ഇതിവിടെ എത്തുന്ന സമയത്ത് നോക്കി ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പെർപെൻഡിക്കുലർ ആണ്, എഗെയിൻ ആംഗിൾ 90 ആയും. അതുകൊണ്ട് ഈ സർക്കുലർ ഷേപ്പിലും എന്തുണ്ടാവില്ല, ഇലക്ട്രിക് ഫ്ലക്സുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഗോസ്സസ് ലോയില് ഒരിക്കലും ഈ സർക്കുലർ ഷേപ്പിനെയും പരിഗണിക്കേണ്ടതില്ല. കാരണം അവിടെ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആണ്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ കേസല്ലേ ഗോസ്സസ് ലോ പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു കേർവ്ഡ് ഷേപ്പ്, ഇതാണ് കേർവ്ഡ് ഷേപ്പിൽ ഒരു ചെറിയൊരു ഏരിയ എടുക്കുക ds. അതിന് ഞാൻ ഏരിയ വെക്ടർ വരച്ചു. അതും ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് നോക്കൂ എങ്ങനെയാണ് നിൽക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഞാൻ വീണ്ടും പ്ലോട്ട് ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡും എങ്ങനെയാണ് നിൽക്കുന്നത്, പാരലാണ്. അതുകൊണ്ട് ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ 0 ആയതുകൊണ്ട് ഇവിടെ ആയിരിക്കും മാക്സിമം ഫ്ലക്സ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞില്ലേ ആംഗിൾ 0 ആകുമ്പോൾ മാക്സിമം ഫ്ലക്സ് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ഈ ഏരിയനെ മാത്രമേ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. സോ അക്കോർഡിംഗ് ടു ഗോസ്സസ് ലോ നമുക്ക് എന്ത് എഴുതാം, ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ ദി ക്ലോസ്ഡ് സർഫേസ്. നമ്മുടെ സിലിണ്ടർ ആണെങ്കിലും സിലിണ്ടറിന്റെ ഏത് ഏരിയയെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, ഈ ഒരു കേർവ്ഡ് ഏരിയ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ.
അപ്പോൾ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട് എന്ന് എഴുതാം. ഇവിടെ ഞാൻ ഇ ഡോട്ട് ഡി എസിനെ മാറ്റി ഇ ഡി എസ് കോസ് 0 എന്നാക്കി. ഇത് ഏത് ഏരിയയുടെ കാര്യം മാത്രമാണ്? ഇലക്ട്രിക് ഫ്ലക്സ് നോൺ സീറോ ആയ ഈ കേർവ്ഡ് ഷേപ്പിന്റെ കാര്യം മാത്രമാണ്. അപ്പോൾ ഇ ഡി എസ് കോസ് 0 ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. കോസ് 0 1 ആയതുകൊണ്ട് നമുക്ക് എഴുതാം ഇന്റഗ്രൽ ഇ ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ. ഇത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണ്, മറക്കരുത്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഔട്ട് ചെയ്തു. ഇന്റഗ്രൽ ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട് എന്ന് എഴുതി. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന്, ഇന്റഗ്രൽ ഡി എസിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയണം, ക്യൂവിന്റെ വാല്യൂം അറിയണം. ആദ്യം നമുക്ക് ഇന്റഗ്രൽ ഡി എസ് നോക്കാം. ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? ഈ കേർവ്ഡ് ഷേപ്പിന്റെ, ഇനി രണ്ട് സർക്കുലർ ഷേപ്പിനെ നമ്മൾ പരിഗണിക്കേണ്ട, കേർവ്ഡ് ഷേപ്പിലെ ഏറ്റവും ചെറിയ ഏരിയ ആണ് ഡി എസ്. അപ്പൊ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ഈ കേർവ്ഡ് ഷേപ്പിന്റെ ടോട്ടൽ ഏരിയ അല്ലേ? കേർവ്ഡ് ഷേപ്പിന്റെ ടോട്ടൽ ഏരിയ എങ്ങനെ കാണുക? സിലിണ്ടറിന്റെ 2πRL, ആർ എന്ന് പറയുന്ന റേഡിയസ്, എൽ എന്ന് പറയുന്ന ഹൈറ്റ്. ശരിയല്ലേ? ഇനി കാണേണ്ടത് ക്യൂ ആണ്. ക്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ലോങ് ആയ വയറിന്റെ ടോട്ടൽ ചാർജ് ആണ് എന്ന് പറഞ്ഞാൽ തെറ്റാ. എന്താ കാരണം എന്നറിയോ? ഇവിടെയുള്ള ചാർജ് ഒക്കെ ഉണ്ടാക്കുന്ന ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും സിലിണ്ടറിലൂടെ കടന്നു പോകില്ല. അപ്പൊ സിലിണ്ടറിലൂടെ കടന്നു പോകുന്നത് എത്ര ലെങ്ത് ഉള്ള വയറിന്റെ ഇലക്ട്രിക് ഫീൽഡുകളാണ് എന്ന് ആദ്യം കണ്ടെത്തണം. നോക്കൂ, നമ്മുടെ സിലിണ്ടറിന്റെ ലെങ്ത് എൽ അല്ലേ? സിലിണ്ടറിന്റെ ലെങ്ത് എൽ ആണെങ്കിൽ സിലിണ്ടറിന്റെ ഉള്ളിൽ ഇരിക്കുന്ന വയറിന്റെ ലെങ്ത്തും എൽ അല്ലേ വരിക? അപ്പൊ എൽ എന്ന് പറയുന്ന ലെങ്ത് ഉള്ള വയറിലെ ചാർജ് ആണ് ക്യൂ. അതെങ്ങനെ കണ്ടുപിടിക്കും? അത് നമുക്ക് ലീനിയർ ചാർജ് ഡെൻസിറ്റി വെച്ചിട്ട് കാണാം. നോക്കൂ, ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ചാർജ് എന്ന് പറയുന്ന ക്യൂ ആണ് ഇമാജിൻ ചെയ്യുക. നമുക്കറിയാം സിലിണ്ടറിന്റെ ഉള്ളിലുള്ള വയറിന്റെ ലെങ്ത് എൽ ആണ്. അപ്പൊ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് കിട്ടി. ഇതൊന്ന് ക്യൂ കണ്ടാൽ എന്താ കിട്ടുക? ക്യൂ ഈക്വൽ ടു ലാംഡ എൽ. അപ്പോൾ ഇന്റഗ്രൽ ഡി എസിനും ക്യൂവിനും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. നോക്കൂ, ഇതാ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് നമ്മൾ ചെയ്ത സബ്സ്റ്റിറ്റ്യൂഷൻ. ഇന്റഗ്രൽ ഡി എസിന്റെ ആൻസർ 2πRL, ക്യൂവിന്റെ ആൻസർ ലാംഡ എൽ. ഇവിടെ എന്തായാലും ലെഫ്റ്റ് സൈഡിലുള്ള ലാംഡയും എല്ലും റൈറ്റ് സൈഡിലുള്ള എല്ലും തമ്മിൽ ക്യാൻസൽ ആയി പോകും അല്ലെ? ബാക്കി എന്താ ഉണ്ടാവുക? നമ്മൾ 2πRനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ലാംഡ ബൈ 2πR എന്ന് കിട്ടും. ഒന്ന് റീഅറേഞ്ച് ചെയ്താലോ അല്ലെ? ഇപ്പൊ 1/2πε0 ലാംഡ ബൈ ആർ. ഇതാണ് ഇൻഫിനിറ്റ് ലോങ് ചാർജ്ഡ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. അപ്പൊ നന്നായിട്ട് ഓർമ്മിച്ച് വെക്കണം. ഇതാണ് ഒന്നാമത്തെ ഡെറിവേഷൻ കേട്ടോ, സിമ്പിളായ ഡെറിവേഷൻ ആണ്. ഗോസസ് ലോയുടെ രണ്ടാമത്തെ അപ്ലിക്കേഷനിലേക്ക് പോവാം. രണ്ടാമത്തെ അപ്ലിക്കേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. അപ്പോൾ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ള നോട്ട്ബുക്കിന്റെ പേജ് ഒക്കെ ഷീറ്റാണ്, വളരെ തിക്നെസ് കുറഞ്ഞ പക്ഷെ രണ്ട് ഏരിയാസ് ഉള്ള, രണ്ട് സൈഡുള്ള അങ്ങനെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ഷീറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഷീറ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പറയണം, ഷീറ്റ് ആയതുകൊണ്ട് ഏരിയയ്ക്ക് പ്രാധാന്യം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ഷീറ്റിലെ എന്ത് ചെയ്യുന്നു? ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മയാണ്. അതായത് സർഫേസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. കാണാണ്ടോ പ്ലെയിൻ ഷീറ്റ്? ഈ പ്ലെയിൻ ഷീറ്റ് പോസിറ്റീവ്ലി ചാർജ് ആണ്. പോസിറ്റീവ്ലി ചാർജഡ് ആയതുകൊണ്ട് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഔട്ട്വേർഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഗോസസ് ലോ പ്രകാരം ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് സൈഡിലുമുള്ള ഇലക്ട്രിക് ഫീൽഡുകൾ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഗോഷ്യൻ സർഫേസ് വേണം അല്ലേ? അതിന് ഏറ്റവും കൺവീനിയൻ്റ് ആയ ഷേപ്പ് സിലിണ്ടർ ആണ്. ഈ സിലിണ്ടർ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, സിലിണ്ടറിന്റെ ഇവിടെയുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ ഇത് ശരിക്കും 2πR ആണ് അല്ലേ? ഈ സർക്കുലർ ഏരിയ 2πR ആണ്. ഈ സർക്കുലർ ഏരിയ ടോട്ടലായിട്ട് ഡി എസ് ആയിട്ട് എടുക്കുന്നു. അതായത് 2πR ഈക്വൽ ടു ഡി എസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ടോട്ടൽ ഏരിയ ഡി എസ് ആണെങ്കിൽ ഇതിന്റെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ വരിക അല്ലേ? ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഈ ഏരിയ വെക്ടറും ഈ ഇലക്ട്രിക് ഫീൽഡ് നോക്കിയ പാരലാണ്. അപ്പോൾ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിള് 0 ആയതുകൊണ്ട് ഈ സർക്കുലർ ഷേപ്പിലൂടെ മാക്സിമം ഇലക്ട്രിക് ഫ്ലക്സുകൾ കടന്നു പോകും. ശരിയല്ലേ? ഇതേപോലെയുള്ള ഡി എസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഇപ്പുറത്തും ഉണ്ടാവും, റൈറ്റ് സൈഡിലും ഉണ്ടാവും. കാരണം ഇവിടെ ഉണ്ടാവില്ല ഒരു സർക്കുലർ ഷേപ്പ്. അതിൻ്റെ ഏരിയ വെക്ടർ ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഡി എസ് എന്ന് പറയുന്ന ഏരിയയിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സുകളും മാക്സിമം. എന്താ കാരണം? ഈ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും എങ്ങനെയാണ്? പാരലാണ്. അപ്പോൾ അത് മറക്കരുത് കേട്ടോ. ഇനി ഇവിടെ കേർവ്ഡ് ഷേപ്പിന്റെ കാര്യം നോക്കാം. കേർവ്ഡ് ഷേപ്പിൽ ഏറ്റവും ചെറിയതിനെ ഡി എസ് ആക്കി എടുത്താൽ അവിടുത്തെ ഏരിയ വെക്ടർ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ആംഗിൾ 90 ആയതുകൊണ്ട് ഈ കേർവ്ഡ് ഷേപ്പിൽ ഫ്ലക്സുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു രണ്ടാമത്തെ അപ്ലിക്കേഷനിൽ നമുക്ക് ഈ രണ്ട് സർക്കുലർ ഷേപ്പുകൾ മാത്രമേ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. കാരണം അവിടെയാണ് ഇലക്ട്രിക് ഫ്ലക്സുകൾ മാക്സിമം ആവുന്നത് അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സുകൾ ഉള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗോസസ് ലോ കൊടുക്കുന്നത്. അക്കോർഡിംഗ് ടു ഗോസസ് ലോ നമ്മുടെ ഇക്വേഷൻ അറിയാലോ. നമുക്ക് അവിടെ ഇ ഡി എസ് കോസ്
കോസ് തീറ്റ, തീറ്റയ്ക്ക് പകരം 0 കൊടുക്കാം. കാരണം എന്താണ്, ഈ രണ്ട് സർക്കുലർ ഷേപ്പിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. കോസ് 0 1 ആയതുകൊണ്ട് ഇന്റഗ്രൽ ഇ ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡിനെ ഔട്ട് ചെയ്യുക. ഇന്റഗ്രൽ ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. നേരത്തെ ചെയ്തതുപോലെ ഇന്റഗ്രൽ ഡി എസിന്റെ ആൻസറും കാണണം, ക്യൂവിന്റെ ആൻസറും നമ്മൾ കാണേണ്ടതുണ്ട് അല്ലേ. അപ്പൊ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് 0 അല്ലാത്ത സ്ഥലത്ത് കൂടെ, അതിൽ ഫ്ലക്സ് ഉള്ള ഏരിയാസ് ആണ്, ടോട്ടൽ ഏരിയാസ്. നമുക്കറിയാം ഈ ഒരു സ്ട്രക്ചറിൽ ഈ സർക്കുലർ ഏരിയയിലും ഫ്ലക്സ് ഉണ്ട്, ഇവിടുത്തെ സർക്കുലർ ഏരിയയിലും ഫ്ലക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സർക്കുലർ ഏരിയ എന്ന് പറയുന്നത് ഡി എസ് ആണ്, ഈ സർക്കുലർ ഏരിയ എന്ന് പറഞ്ഞാൽ ഡി എസ് ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്താ കിട്ടുക? ഡി എസ് പ്ലസ് ഡി എസ് 2ds അല്ലേ കിട്ടുക അല്ലേ. ഇനി ഇതേപോലെ നമുക്ക് ക്യൂയുടെ വാല്യൂ എത്രയാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ക്യൂയുടെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടെത്തുക? ജസ്റ്റ് ഇമാജിൻ, ഈ ഡി എസ് എന്ന് പറയുന്ന ഏരിയ ഉള്ള സിലിണ്ടർ ഇതിൻ്റെ പ്ലെയിൻ ഷീറ്റിനുള്ളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഡി എസ് എന്ന് പറയുന്ന ഏരിയ, ആ സ്ഥലമാണ് ഈ പ്ലെയിൻ ഷീറ്റിന് മുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതായത് ഈ പ്ലെയിൻ ഷീറ്റിന്റെ മുകളിൽ ഡി എസ് എന്ന് പറയുന്ന ഏരിയയിൽ കൂടെ ആയിരിക്കും സിലിണ്ടർ കടന്നു പോവുക. അതുകൊണ്ട് ആ ഡി എസ് ഏരിയയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മാത്രമേ സിലിണ്ടറിലൂടെ കടന്നു പോവുകയുള്ളൂ. അപ്പോൾ ഏരിയയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നൊക്കെ പറയുമ്പോൾ ഏരിയയിലുള്ള ചാർജ് നമുക്ക് കാണണമെങ്കിൽ സർഫേസ് ചാർജ് ഡെൻസിറ്റി കാണണം. ചാർജ് പെർ ഏരിയ, ഷീറ്റിന്റെ മുകളിൽ സിലിണ്ടർ കടന്നു പോകുന്ന ഏരിയ ഡി എസ് ആണ്. ചാർജ് പെർ ഏരിയ ചാർജ് കണ്ടുപിടിക്കുക, സിഗ്മ ഡി എസ്. ഈ ഇന്റഗ്രൽ ഡി എസിന്റെയും അതേപോലെ ക്യൂവിന്റെയും എന്ത് ചെയ്യുക, വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡി എസ് ഉള്ളതുകൊണ്ട് രണ്ടും തമ്മിൽ ക്യാൻസൽ ആയി. ഈ 2നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് എന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ അപ്ലിക്കേഷൻ. എന്തായാലും നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം ഇതൊന്ന് ചെയ്യാം. നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ഓഫ് 2 ചാർജ്ഡ് പാരലൽ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഡെൻസിറ്റീസ് പ്ലസ് സിഗ്മ ആൻഡ് മൈനസ് സിഗ്മ. അപ്പോൾ രണ്ട് ഷീറ്റുകളുണ്ട്. നോക്കൂ, ഇവിടെ ഒരു ഷീറ്റ് ഉണ്ട്, അതിൻ്റെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ, ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മ. മൈനസ് സിഗ്മ ആയതുകൊണ്ട് മൈനസ് ചാർജ് ഉണ്ടായിരിക്കും, പ്ലസ് സിഗ്മ ആയതുകൊണ്ട് പ്ലസ് ചാർജ് ഉണ്ടായിരിക്കും. ഈ ഷീറ്റ് ഞാൻ 1 എന്നും ഈ ഷീറ്റ് ഞാൻ 2 എന്നും കൊടുക്കണം. നമ്മൾ ഒന്നാമത്തെ ഷീറ്റിൻ്റെ കാര്യം മാത്രം പറയാം. ഒന്നാമത്തെ ഷീറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡുകൾ ഔട്ട്വേർഡ് ഉണ്ടാവില്ലേ. ഞാൻ ആ ഇലക്ട്രിക് ഫീൽഡിന് E1 കൊടുക്കണം. E1 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന് കൊടുക്കുന്നത് E1 ഇതുണ്ട്, ഔട്ട്വേർഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ E1 അത് ആരുടെയാണ്? ഈ ഷീറ്റിൻ്റെയാണ്. ആ E1 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടും ഉണ്ടാവും, കാരണം ഔട്ട്വേർഡ് അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് ഈ സൈഡിലും ഉണ്ടാവും. ഈ 1 2 3 എന്നിട്ടിരിക്കുന്ന 3 സെക്ഷൻസ് ആണ് കേട്ടോ. ഇതൊരു സെക്ഷനാണ് 2 എന്ന് പറയുന്ന സെക്ഷൻ, 3 എന്ന് പറയുന്ന സെക്ഷൻ. 2 എന്ന് പറയുന്ന സെക്ഷൻ രണ്ട് പ്ലെയിൻ ഷീറ്റുകളുടെ ഇടയിലുള്ള സെക്ഷനാണ്. അപ്പോൾ അവിടെയൊക്കെയുള്ള ഇലക്ട്രിക് ഫീൽഡുകൾ ഞാൻ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇത് ഏത് ഇലക്ട്രിക് ഫീൽഡാണ്? ഒന്നാമത്തെ ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അടയാളപ്പെടുത്തിയല്ലോ. രണ്ടാമത്തെ ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻവേർഡ് ആവും. അത് ഞാൻ E2 എന്ന് കൊടുക്കുക. എന്തുകൊണ്ടാണ് ഇൻവേർഡ് ആയത്? കാരണം ഇത് നെഗറ്റീവ്ലി ചാർജ് ആണ്. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും, ഈ സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും. ഇതേ സൈഡിലുള്ള എഫക്റ്റ് എവിടെയും ഉണ്ടാവും, ഇവിടെയും ഉണ്ടാവും. ഇപ്പോൾ നോക്കൂ, 1 എന്ന് പറയുന്ന റീജിയണിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകൾ ഉണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. 2 എന്ന് പറയുന്ന റീജിയണിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകൾ ഉണ്ട്, സെയിം ഡയറക്ഷൻ ആണ്. 3 എന്ന് പറയുന്ന റീജിയണിൽ ഇലക്ട്രിക് ഫീൽഡുകളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. എങ്കിൽ 1 റീജിയണിലെ ഇലക്ട്രിക് ഫീൽഡ് എത്ര, 2 റീജിയണിലെ ഇലക്ട്രിക് ഫീൽഡ് എത്ര, 3 റീജിയണിലെ ഇലക്ട്രിക് ഫീൽഡ് എത്ര? നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്സ് കാണണം. നോക്കൂ, നമുക്ക് ആദ്യം E1ന്റെ വാല്യൂ കണ്ടെത്താം. നമുക്കറിയാം ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇത് പ്ലസ് സിഗ്മ ആയതുകൊണ്ട് പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് എന്ന് കൊടുക്കരുത്, പ്ലസ് കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുക്കരുത്. ചാർജ് ഡെൻസിറ്റി പ്ലസ് കൊടുക്കരുത്. അപ്പോൾ സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് തന്നെ കൊടുക്കുക. മൈനസ് സിഗ്മ ഉണ്ടാക്കുന്ന ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് സിഗ്മ ബൈ എപ്സിലോൺ, രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ്സ് സെയിം ആണ്, ഡയറക്ഷൻ ആണ് ഓപ്പോസിറ്റ് ഉണ്ടാവുക. നമുക്ക് ഒന്നാമത്തെ റീജിയനെ കുറിച്ച് പഠിച്ചാലോ. ഒന്നാമത്തെ റീജിയണിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണുമ്പോൾ സബ്സ്ട്രാക്ഷൻ അല്ലേ വരിക. അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്ന് സബ്സ്ട്രാക്ട് ആവും. ദാറ്റ് മീൻസ് E1 മൈനസ് E2. E1 മൈനസ് E2 ചെയ്ത് കഴിഞ്ഞാൽ E1ന്റെ വാല്യൂ സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്, E2ന്റെ വാല്യൂ സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്. രണ്ടും ചെയ്താൽ എന്താ കിട്ടുക? ആൻസർ 0. രണ്ടാമത്തെ റീജിയണിന്റെ പ്രത്യേകത, രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളും സെയിം ഡയറക്ഷനാണ്. സെയിം ഡയറക്ഷൻ ആകുമ്പോൾ നമുക്ക് നേരിട്ട് ആഡ് ചെയ്യാൻ പറ്റും. നേരിട്ട് ആഡ് ചെയ്താൽ എന്താ കിട്ടുക? സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്. ദാറ്റ് മീൻസ് 2 സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്. 2 നും 2 ക്യാൻസൽ ആയാൽ സിഗ്മ ബൈ എപ്സിലോൺ നോട്ട്. തേർഡ് റീജിയണിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ഒന്നിൽ നിന്നൊന്ന് ക്യാൻസൽ ആവും, ശരിയല്ല. അപ്പോൾ E2 മൈനസ് E1 ചെയ്യുക. 2 മൈനസ് E1 ചെയ്താൽ അഗെയിൻ 0 കിട്ടും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, രണ്ടും സെയിം ചാർജ് ഡെൻസിറ്റി ഉള്ളതാണ്. ഒന്ന് പ്ലസും അതിനും മൈനസ് ആണെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഈ രണ്ട് പ്ലെയിൻ ഷീറ്റിൻ്റെ ഇടയിലുള്ള സ്ഥലത്ത് മാത്രമേ ഇലക്ട്രിക് ഫീൽഡുകൾ ഉണ്ടാവുള്ളൂ, പുറമേ ഉള്ള സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രോബ്ലം ഓർമ്മയുണ്ടാവണം.
ഇനി നമ്മൾ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, ലാസ്റ്റ് ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ. ഷെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൽ ക്യാവിറ്റിയിലാണ് ഷെൽ അല്ലേ. നമ്മൾ പന്തൊക്കെ ഇല്ലേ, പന്തൊക്കെ ഷെല്ലാണ്, കാരണം ഉള്ളിൽ എയർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഷെൽ എന്നാണ് വിളിക്കുക. അങ്ങനെ ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റാലിക് ഷെല്ലിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നോക്കൂ, ഇവിടെ ഒരു മെറ്റാലിക് ഷെൽ ഉണ്ട്. മെറ്റാലിക് ഷെല്ലിൻ്റെ സെൻറ്റർ ഉണ്ട്. മെറ്റാലിക് ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. അതുമാത്രമല്ല മെറ്റാലിക് ഷെല്ല് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഈ മെറ്റാലിക് ഷെല്ലിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് 3 കേസസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നോക്കൂട്ടെ, ആ 3 കേസസ് പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡുകൾ ഔട്ട്വേർഡ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഞാൻ 3 ഇലക്ട്രിക് ഫീൽഡേ വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഏതൊക്കെ കേസാണ് പഠിക്കാനുള്ളത്? ഒന്നാമത്തെ കേസ് ഇതാണ്, ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെൽ. ഈ ഷെല്ലിൻ്റെ ഔട്ട്സൈഡിൽ, പുറമേ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡുകളുണ്ട്. അപ്പോൾ നമ്മൾ പുറമേയുള്ള ഇലക്ട്രിക് ഫീൽഡ്സ് ആണ് കാണേണ്ടതെങ്കിൽ ഗോസസ് ലോ പ്രകാരം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഗോഷ്യൻ സർഫേസ് ഷെല്ലിൻ്റെ പുറത്ത് തന്നെ കൺസിഡർ ചെയ്യണം. ഇപ്പം ഞാനിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്ന ക്ലോസ്ഡ് സർഫേസ് അഥവാ ഗോഷ്യൻ സർഫേസ് എന്ന് പറയുന്നത് ഒരു സ്പിയർ ആണ്. കണ്ടോ, ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് സ്പിയർ. സ്പിയറിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ R ആണ്. ഇപ്പോൾ സ്പിയറിൻ്റെ മുകളിൽ ഏറ്റവും ചെറിയ ഏരിയ DS ആണ്. DS വെക്ടർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, ഈ റെഡ് കളറിൽ കാണുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ്, ബ്ലൂ കളറിൽ കാണുന്നതാണ് ഏരിയ വെക്ടർ. ഇത് രണ്ടും തമ്മിൽ പാരലൽ അല്ലേ. അപ്പോൾ ആംഗിൾ എന്താ കിട്ടുക? 0 ആണ്. ആംഗിൾ 0 ആയി കഴിഞ്ഞാൽ ഫ്ലക്സ് എന്തായി? മാക്സിമം ആയി. അപ്പോൾ ഈ സർഫേസിൻ്റെ മുകളിൽ എവിടെ നോക്കിയാലും ഫ്ലക്സ് മാക്സിമം ആണ് ഉണ്ടാവുക. അപ്പോൾ അക്കോർഡിംഗ് ടു ഗോസസ് ലോ നമുക്ക് ഇക്വേഷൻ എഴുതാം. E dot ds equal to q by epsilon naught. അവിടെ EDS cos 0 is equal to q by epsilon naught. cos 0 1 ആയതുകൊണ്ട് ഇന്റഗ്രൽ ds equal to q by epsilon naught. ഈനെ നമുക്ക് ഔട്ട് ചെയ്യാം, എന്താ കാരണം E ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇന്റഗ്രൽ ds equal to q by epsilon naught. ഇന്റഗ്രൽ dsന്റെ ആൻസർ 4πr². എന്താ കാരണം? DS എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ R റേഡിയസ് ഉള്ള സ്പിയറിലെ ഏറ്റവും ചെറിയ ഏരിയ ആണ്. അപ്പോൾ ഇന്റഗ്രൽ DS എന്ന് പറയുമ്പോൾ ഈ പുറമത്തെ സ്പിയറിന്റെ എന്താ കിട്ടുക? സർഫസ് ഏരിയ അല്ലേ കിട്ടുക. ദാറ്റ് ഈസ് 4πr². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇന്റഗ്രൽ DS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഇൻറ്റു 4πr² ഇക്വൽ ടു q by epsilon naught എന്ന് കിട്ടും. അതിൽ നിന്ന് E കണ്ടുപിടിച്ചാൽ 4πr² റൈറ്റ് സൈഡിലേക്ക് വരണം. അപ്പോൾ അത് ഡിനോമിനേറ്റർ ആവും. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ 1/4π epsilon naught q by r² എന്ന് കിട്ടും. കണ്ടോ, പോയിന്റ് ചാർജിന്റെ അതേ ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ, പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ. ഇനി ഇതിൽ ഈ ഇക്വേഷന്റെ രൂപം ഒന്നും മാറ്റാം, കാരണം നമുക്ക് ഇതിൽ ഒരു സ്പെറിക്കൽ ഷെല്ല് തന്നതുകൊണ്ട് സർഫേസ് ചാർജ് ഡെൻസിറ്റിയുടെ ടേമിലേക്ക് ഈ ഔട്ട്സൈഡ് ദ ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡിനെ മാറ്റാൻ പറ്റും. സോ നമുക്ക് തന്നിരിക്കുന്ന ഷെല്ല് ഏതാ? ഷെല്ല് ക്യാപിറ്റൽ ലെറ്റർ R റേഡിയസ് ഉള്ള ഷെല്ലിന്റെ സർഫേസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ചാർജ് ഡെൻസിറ്റി? ചാർജ് പെർ ഏരിയ അല്ലേ. നമുക്കറിയാം ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് +q ആണ്. ഏരിയ 4πr². എന്തുകൊണ്ട് അവിടെ ക്യാപിറ്റൽ ലെറ്റർ R വന്നത്? നമ്മുടെ ഷെല്ലിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ R ആണ്. അതുകൊണ്ട് അതിന്റെ സർഫസ് ഏരിയ എന്താ കിട്ടുക? 4πr². ഇങ്ങനെ എഴുതിക്കൂടെ സർഫേസ് ചാർജ് ഡെൻസിറ്റിനെ? ഇതിൽ നിന്ന് Q കണ്ടുപിടിച്ചാൽ എന്താ കിട്ടുക? സിഗ്മയും 4πr² കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ഈ Qയുടെ വാല്യൂ നമ്മളിതാ, ഇനി നമ്മൾ Qയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇൻസ്റ്റെഡ് ഓഫ് Q സിഗ്മ 4πr² ഡിവൈഡ് ബൈ r² എന്ന് വന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ 4πയും 4πയും കട്ടാവുന്ന സമയത്ത് ഈ ഈക്വൽ ടു സിഗ്മ r² ബൈ എപ്സിലോൺ നോട്ട് r² എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷനും സെയിം തന്നെയാണ്. ഇതിൽ ചാർജ് ഡെൻസിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ഔട്ട്സൈഡ് ദ ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡിന് അല്ലേ. നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫേസ് ഓഫ് ദി ഷെൽ. സർഫേസ് ഓഫ് ദി ഷെൽ എന്ന് പറയുമ്പോൾ ഷെല്ലിൻ്റെ മുകളിൽ എന്നാണ് അർത്ഥം. നോക്കൂ, ഇതാണ് നമ്മുടെ ചാർജഡ് ആയിട്ടുള്ള മെറ്റാലിക് ഷെല്ല്. അതിൻ്റെ റേഡിയസ് R ആണ്. സെൻറ്റർ ഇവിടെ ഉണ്ട്. ഔട്ട്സൈഡ് ദ ഷെല്ല് കാണാൻ വേണ്ടിയിട്ട് അല്ലേ, ഔട്ട്സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി നമ്മൾ ഗോഷ്യൻ സർഫേസിന് ഔട്ട്സൈഡിൽ എടുത്തുവെങ്കിൽ ഇനി സർഫേസിൻ്റെ മുകളിൽ ഏതിൻ്റെ, നമ്മുടെ ഷെല്ലിൻ്റെ സർഫേസിൻ്റെ മുകളിലാണ് കാണുന്നതെങ്കിൽ ഈ ഗോഷ്യൻ സർഫേസിനെ ചെറുതാക്കി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഷെല്ലിൻ്റെ മുകളിൽ കൺസിഡർ ചെയ്യണം. ഇപ്പം ഞാൻ കൺസിഡർ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? സ്പിയറിൻ്റെ റേഡിയസ് ആയ സ്മോൾ ലെറ്റർ ആറും ഷെല്ലിൻ്റെ റേഡിയസ് ആയ ക്യാപിറ്റൽ ലെറ്റർ ആറും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഔട്ട്സൈഡിൽ കിട്ടിയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ അല്ലേ, അതിൽ ഇതല്ലേ രണ്ട് ഇക്വേഷൻസ് കിട്ടിയത് ഔട്ട്സൈഡ് ദ ഷെല്ല്. ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് സ്മോൾ ലെറ്റർ ആറിന് പകരം ക്യാപ്സ് ആർ കൊടുത്താൽ മതി. ഞാൻ ആദ്യത്തെ ഇക്വേഷനിൽ ഈ സ്മോൾ ലെറ്റർ ആറിന് പകരം ക്യാപ്സ് ആർ കൊടുത്താൽ എന്താ കിട്ടുക? Q ബൈ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ലെറ്റർ R² കിട്ടും. ഇതാണ് സർഫേസിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഇത് മാക്സിമം വാല്യൂ ആണ് കേട്ടോ, കാരണം ഷെല്ലിൽ നിന്ന് ദൂരേക്ക് പോകുന്നതിനനുസരിച്ച് ഔട്ട്സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ച് വാല്യൂ കുറഞ്ഞു വരിക ചെയ്യുക, കാരണം സ്മോൾ ലെറ്റർ ആർ കൂടി വരില്ലേ. എന്തായാലും നമുക്ക് സർഫേസ് ചാർജ് ഡെൻസിറ്റിയിൽ ഈ മാറ്റം ഒന്ന് വരുത്തി നോക്കാം. സ്മോൾ ലെറ്റർ ആറിന് പകരം ക്യാപ്സ് ആർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ R² ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്ററിൽ രണ്ടും തമ്മിൽ ക്യാൻസൽ ആയാൽ സിഗ്മ ബൈ എപ്സിലോൺ നോട്ട്. ഇപ്പോൾ ഇത് രണ്ടും സർഫേസിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ആണ്. നമുക്ക് ലാസ്റ്റ്
കേസിലേക്ക് പോവാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ഷെൽ. നോക്കൂ, ഇത് ചാർജ്ഡ് ആയ മെറ്റാലിക് ഷെല്ലാണ്. പ്രത്യേകത, ചാർജ്ഡ് ആയ മെറ്റാലിക് ഷെല്ലിന് ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. കാരണം അത് പരസ്പരം ക്യാൻസൽ ആയിട്ട് പോകുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. So the disappearance of electric field inside a cavity in a conductor is called electrostatic shielding. ഇതുകൊണ്ട് ഒരുപാട് നമുക്ക് ഉപകാരങ്ങളുണ്ട്. അതിലൊരു ആപ്ലിക്കേഷൻ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ദൂര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ലൈറ്റ്നിങ് ഉള്ള സമയത്ത്, നല്ല മഴയും ഇടിയൊക്കെ മിന്നലൊക്കെ ഉള്ള സമയത്ത് ഒരു ക്ലോസ്ഡ് ആയ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് സേഫ് ആണ്. കാരണം ഇടിമിന്നലൊക്കെ വെട്ടുമ്പോൾ ലൈറ്റ്നിങ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കാറ് ചാർജ്ഡ് ആയാലും ആ കാർ ഒരു ക്ലോസ്ഡ് ക്യാവിറ്റി ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ ക്ലോസ്ഡ് ക്യാവിറ്റിയുടെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ഉള്ളിലിരിക്കുന്നത് നമുക്ക് ഷോക്ക് അടിക്കില്ല. അപ്പോൾ സേഫ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് സേഫ് ടു ബി ഇൻസൈഡ് എ കാർ ഡ്യൂറിങ് ലൈറ്റ്നിങ്. എന്താ റീസൺ? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു.